അപ്പോ കേരളത്തില് ഇനി വരാൻ വേണ്ടി പോകുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ വരാൻ വേണ്ടി പോകുന്ന കേരളത്തിലെ രണ്ട് ഇലക്ഷനുകൾ. അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമല്ല, കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള മറ്റ് ഒരു 4-5 സംസ്ഥാനത്തും കൂടെ വരാനുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു തിരക്കിട്ട ഓട്ടത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? നമ്മുടെ NDA, UDF, LDF തുടങ്ങിയ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. എന്തായാലും അവരൊന്നും ഔദ്യോഗികമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നുണ്ടാവാം, പക്ഷെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കാനുള്ള സമയമായിട്ടില്ല. അതിനൊക്കെ ആ മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആര് ആര് നമ്മുടെ ന്യൂസ് ചാനലുകൾ അല്ലെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ എല്ലാ ഇലക്ഷൻ കാലത്തെയും സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്ത്? ആ സ്ഥാനാർത്ഥി അവിടെ, ഈ സ്ഥാനാർത്ഥി ഇവിടെ, ആ UDF സ്ഥാനാർത്ഥി അവിടെയാണെങ്കിൽ അവിടുത്തെ NDA സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി, സ്വതന്ത്രനായി ഇന്നാള് മത്സരിക്കുമോ, മത്സരിച്ചേക്കും, പാർട്ടിക്കുള്ളിൽ ചർച്ച വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുന്നണികൾ അവർക്ക് ഒരവസരം പോലും നൽകാതെയാണ് നമ്മുടെ ന്യൂസ് ചാനലുകൾ ഇങ്ങനെ തോന്നിയതുപോലെ, അവർക്ക് തോന്നിയതുപോലെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കണ്ടിരിക്കാൻ നമ്മൾ കുറെ പൊട്ടന്മാരെന്ന് പറഞ്ഞ പോലെ അവരെ മുന്നിൽ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? അവർ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ? ഇത് എത്രയോ ഇലക്ഷൻ സമയത്തുള്ള സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചർച്ച നടത്തി. ഇപ്പൊ ചില മണ്ഡലങ്ങളൊക്കെ നമുക്കറിയാം, ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പണ്ടേ ഒഴിഞ്ഞിട്ടിട്ടുള്ളതാണ്. അതങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. പക്ഷെ മഹാഭൂരിപക്ഷം അങ്ങനെയല്ല. എന്നിട്ട് ഇവര് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട്, നമ്മുടെ ന്യൂസ് ചാനലുകൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളൊക്കെ അവർ ചർച്ച നടത്തി ദേശീയ നേതൃത്വമായിട്ടൊക്കെ നോക്കി ചർച്ച ചെയ്ത് വന്നിട്ട് പിന്നീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ന്യൂസ് ചാനലുകളിൽ കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പല ആളുകളുടെയും മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ന്യൂസ് ചാനലുകൾ എന്ത് ചെയ്യും? എന്ത് പറഞ്ഞ് പരത്ത് വരെ? കാരണം ഇവർക്ക് ന്യൂസാണ് വേണ്ടത്. അവർക്കറിയാം കേരളം ഒരു രാഷ്ട്രീയ ചർച്ച വന്നാൽ അത് കണ്ടിരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, പ്രേക്ഷകരെ കിട്ടുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് നന്നായിട്ട് ന്യൂസ് ചാനലുകൾക്ക് അറിയാം. അതാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് യഥാർത്ഥത്തിൽ പ്രഖ്യാപനം വരുന്ന സമയത്ത് ഇതൊന്ന് ഇവര് പറയുന്നതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയും, ആ ആളെ പാർട്ടി വെട്ടി നിരത്തി, അയാളെ തഴഞ്ഞു, അയാൾക്ക് സാധ്യതയില്ലാത്ത മണ്ഡലം കൊടുത്തു, എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതിന്റെ പേരിലാണ് അടുത്ത ചർച്ച. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. അത് ന്യൂസ് ചാനലുകാരുടെ ഒരു അജണ്ടയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു തന്ത്രമാണ്. അവർക്ക് ന്യൂസ് വേണം. അവർക്കറിയാം ഏതൊക്കെ ന്യൂസ് എങ്ങനെയെല്ലാം എപ്പോഴൊക്കെ കൊടുത്താൽ പ്രേക്ഷകർ ഇരുന്ന് കാണും, അവർക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടും, അതിലൂടെ പരസ്യ വരുമാനം എങ്ങനെയൊക്കെ നേടിയെടുക്കാം എന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു മുതലെടുപ്പാണ് നടന്നത്. ശരിക്കും ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കേസ് കൊടുക്കുന്നവർക്കെതിരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പ്രഖ്യാപിക്കാത്ത, നിങ്ങൾ തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥികളെ ഇവിടെ മാധ്യമങ്ങൾക്ക് എന്ത് അർഹതയാണ് അത് തീരുമാനിക്കാനുള്ളത്? പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ അതാണ് നിങ്ങൾ ചാനലുകാരോട് ചോദിക്കണം. ഞങ്ങൾ പറയാത്ത സ്ഥാനാർത്ഥികൾ നിങ്ങൾ എന്തിനാണ് പ്രഖ്യാപിക്കുന്നത്? ഇപ്പൊ ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് രാവിലെ തന്നെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തില് ആര് നിൽക്കണം, ഒരു മുൻ മന്ത്രിയുടെ പേര് പറയുന്നതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ നിൽക്കോ അല്ലെങ്കിൽ വേറെ ആൾ നിൽക്കോ എന്നുള്ള ചർച്ച എങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ ന്യൂസ് എങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. 2 ദിവസം മുന്നേ BJPയുടെ സ്ഥാനാർത്ഥിയുടെ, കഴിഞ്ഞ പോലെ കോൺഗ്രസിന്റെ. അപ്പൊ എല്ലാവർക്കും പരിഗണന വരെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും സ്ഥാനാർത്ഥികൾ വരെ തീരുമാനിക്കുന്നുണ്ട്. തീരുമാനിച്ചു വരുമ്പോ എന്താവും? ഇതൊന്നും നല്ല വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് സീറ്റ് കിട്ടൂല,
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയും തഴഞ്ഞു, ഒതുക്കി. അയാൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, അയാളുടെ സമ്മതത്തോടു കൂടി ആയിരിക്കും ചിലപ്പോ സീറ്റ് ഉണ്ടാവാതിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില ആളുകളെ കൊണ്ട് ഇങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ടാവും. എല്ലാവരെയും മത്സരിച്ച് MLA മാരും MP മാരും മന്ത്രിമാരാക്കൂല. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അതിലൂടെയാണ് അവർ പോവുക. അപ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊന്നല്ലേ, ഇപ്പൊ നോക്കൂ നിങ്ങള്, എന്താ പറയാ, ഇപ്പോ ഇന്നലെയാണ് NDA ദേശീയ തലത്തില് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുള്ളത് അല്ലെ. രാധാകൃഷ്ണൻ എന്ന പേരുള്ളൊരു ആളാണ്, കേരളക്കാരെക്കാൾ പരിചയമുള്ള ആളാണ്. ആണ് NDAയുടെ സ്ഥാനാർത്ഥി. ഇനിയിപ്പം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രഖ്യാപിച്ചത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 18 ഓഗസ്റ്റ് 2025 12 മണിക്കാണ്, 12:15 അപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് പ്രഖ്യാപിച്ചത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സ്ഥാനാർത്ഥിയോട് വരാണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞത് എന്താ, ചാനലുകാർ പറഞ്ഞു പരത്തിയത് എന്താ, പല പേരുകളും അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഉപരാഷ്ട്രപതിയാവാൻ കേരളത്തിൽ നിന്നുള്ളൊരു പ്രമുഖ നേതാവിനെ വരെ പറഞ്ഞിട്ട് അതാ ഈ ആളായിരിക്കും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ആരായിരിക്കും, കോൺഗ്രസിന്റെ ആരായിരിക്കും, ഇന്ന ആളായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ എത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞു ഇപ്പൊ ചാനലുകാർ. അതും കേട്ട് വിശ്വസിച്ചിട്ട് കൊള്ളാം, പോരാ എന്ന അഭിപ്രായം പറയുന്ന കുറെ ആളുകൾ. ഇതാണ് ഇവർക്ക് കിട്ടേണ്ടത്, പ്രേക്ഷകരെ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ അഭിപ്രായം ഇതാണ് കിട്ടേണ്ടത്. ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന പല ന്യൂസുകളും അല്ലെങ്കിൽ പല വാർത്തകളും അവരവരുടെ യൂട്യൂബ് പോലുള്ള ചാനലുകൾ ഇടുമ്പോൾ അതിന് കമന്റുകൾ പലപ്പോഴും ഈ ഇവർ കൊടുക്കുന്ന ന്യൂസുകൾക്ക് എതിരായിരിക്കും. എന്നാൽ ഇവരിത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇത് പറയാനാണ് ഇപ്പൊ തൽക്കാലം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പ്രധാന ന്യൂസ് ചാനലുകളുടെ ഇത്തരത്തിലുള്ള പറ്റിക്കൽ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, ഞങ്ങൾ പിന്നെ ആദ്യമേ തീരുമാനിച്ചാണ് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ നിൽക്കാൻ, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ നിൽക്കും, ഞങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം. ഇതിങ്ങനെ ശരിക്കും ഒരു പറയുന്നത് എന്താ പറയാ, സാധ്യത എന്ന് പറഞ്ഞിട്ട് പോലില്ല. അയാളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറയുന്ന പോലെ, എന്നിട്ട് അവിടെ നിന്ന് ഊഹാപോഹം ഉണ്ടാക്കി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഊതിപ്പെരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് പ്രഖ്യാപിച്ചു വരുമ്പോൾ അതായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് കൊടുത്തത് തെറ്റായി പോയി, തെറ്റിദ്ധാരണയാണ്, എന്നിട്ട് അവരുടെ പ്രേക്ഷകരോട് ഒരു ക്ഷമാപണം ഇവർ നടത്തും? ഇല്ല, അങ്ങനെ ഒരു പരിപാടി ന്യൂസ് ചാനലുകൾക്ക് ഇല്ല. എന്താ അത് ചെയ്താലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇരുന്ന് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റേറ്റിംഗ് വരുന്നത്, ഇരുന്ന് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പരസ്യ വരുമാനം കിട്ടുന്നത്. അത് മറക്കാതിരിക്കുക. തൽക്കാലം ഇത്രമാണ്.